കാരണം എനിക്ക് ഒരു വേദി കൂടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ഓക്കെ അല്ലേ? ഒരു EDPയുടെ ഒരു ക്ലാസ് നാം ഉദ്ദേശിക്കുന്നത്. സുജാത ടീച്ചർ എൻ്റെ അധ്യാപികയായിരുന്നു. അതിനുശേഷം മേരവ സാർ പൊളിറ്റിക്സിൽ എൻ്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. അദ്ദേഹമായിരുന്നു ഗുരു. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ആദ്യം പഠിച്ചത് പുല്ലൂർ എസ് എൻ കോളേജ്, TKM കോളേജിൽ ലൈബ്രറി സയൻസ് ചെയ്തു. MBA പകുതി വഴി ഉപേക്ഷിച്ചു. അപ്പോൾ ഇതിനെ തുടർന്ന് കുറേ കഥകളൊക്കെ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് ഒരു മാസം കൊണ്ടേ പറയുന്നുണ്ട് ഒരു ക്ലാസ്സിൻ്റെ കാര്യം. അത് ഇതുവരെ നടന്നിട്ടില്ല. ഒരു ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഈ UAM ഈ അടുത്ത കാലത്തായിട്ടാണ് നമ്മുടെ ഈ നാട്ടിൽ പോലും എല്ലാവരും അത്യാവശ്യം അറിഞ്ഞു തുടങ്ങിയത്. സുജാത ടീച്ചർ പറഞ്ഞിടത്ത് തന്നെ പറയാം, നമ്മൾ ഈ സ്ഥാപനത്തെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. 5ാമത്തെയും 7ാമത്തെയും റാങ്ക് പുനലൂർ കൊണ്ടുവന്നു. പക്ഷെ അതിന് വേണ്ട രീതിയിലുള്ളൊരു പ്രചരണമോ മറ്റോ ഒന്നും ലഭിച്ചിട്ടില്ല. ഞാൻ ഇന്നലെയാണെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയ നിങ്ങളുടെ പേജ് നോക്കിയത്. പക്ഷെ അതിനകത്ത് ഒരു ബ്രാൻഡ് തരത്തിലുള്ള ഒരു സംവിധാനം ഇതേവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് തന്നെയാണ്, ഇത് ഒരു ബ്രാൻഡായിട്ട് തന്നെ നിങ്ങൾ കൊണ്ടുപോകണം. അത് പറയാൻ നമ്മുടെ സ്വകാര്യ സ്ഥാപനങ്ങൾ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ട്. അല്ലെങ്കിൽ ഈ ഏജൻസികൾ, അഡ്മിഷൻ ഏജൻസികൾ ധാരാളമായി നാട്ടിലുണ്ട്. പുനലൂരും പ്രവർത്തിക്കുന്നു. വെളിനാട്ടിലൊക്കെ പോയി ഇപ്പം അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് ഈ മാനേജ്മെന്റ് കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി ധാരാളം പേർ ഇവിടെ നിന്ന് പോവുകയാണ്. ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഇവർ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ ഈ UAM പോലുള്ള സ്ഥാപനങ്ങൾ എന്തുകൊണ്ട് ബ്രാൻഡ് ചെയ്യപ്പെടുന്നില്ല? നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു സമയപരിമിതിയുണ്ട്. 5ാമത്തെയും 7ാമത്തെയും റാങ്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞ ഈ 2 കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.